പെൺസുഹൃത്തിന്റെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുക. ആ ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും നടന്ന സംഭവമല്ലിത്. നമ്മുടെ കേരളത്തിലാണ്. സ്പോൾ ലൈവ് ആരംഭിക്കുമ്പോൾ ആദ്യം ഈ വാർത്തയിലേക്കാണ്. ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം സ്വദേശിനി അഖിലയാണ് കൊല്ലപ്പെട്ടത്. യുവതിക്ക് ഒപ്പമുണ്ടായിരുന്ന നേര്യമംഗലം സ്വദേശി ബിനുവിനെ കസ്റ്റഡിയിൽ എടുത്തു. പ്രതി സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് കാര്യങ്ങൾ വിവരിച്ചതോടെയാണ് കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ്, അങ്ങനെ ഒരു സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഈ അഖില എന്ന് പറയുന്ന കുണ്ടറ സ്വദേശിനിയായ യുവതി ഇവിടെ വാഴക്കുളത്ത് ഒരു ഹോസ്റ്റലിലെ വാർഡനായിരുന്നു. അതിനുശേഷം ഇവരുടെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കും. ബിനു എന്ന് പറയുന്നത് ബിനു നേര്യമംഗലം സ്വദേശിയാണ്. ബിനു ഡ്രൈവറാണ്. ഇവർ തമ്മിൽ കുറച്ചു കാലമായി റിലേഷൻഷിപ്പിലാണ്. ഈ അഖില കുറേ കാലമായി ഈ തരത്തിൽ ഈ വിവാഹം കഴിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ബിനുവിൻ്റെ വീട്ടുകാരോട് ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇന്നലെ ഇവർ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഇവർ ഈ ലോഡ്ജിൽ മുറിയെടുത്തപ്പോൾ ബിനു അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മദ്യപാനത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ്. അതായത് ഈ യുവതി ഇടയ്ക്കിടെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് എപ്പോഴും ഇവർ തമ്മിൽ അത് ബഹളമായി, അത് കയ്യാങ്കളിയിൽ വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എത്തിയ ശേഷം പിന്നീടാണ് ഷോള് മുറുക്കി യുവതിയുടെ കഴുത്തിൽ ഷോള് മുറുക്കി അവരെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലോട്ട് പോയതും. അതുമാത്രമല്ല, അതിനുശേഷം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ മോഡൽ പോലെ വേണം, അങ്ങനെ വേണം, അത്രയും ക്രൂരമായി ഞാൻ അവളെ കൊന്നു എന്ന് കൂട്ടുകാരെ വിളിച്ച് വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വരെ എത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഒരു റിലേഷൻഷിപ്പ് പോയത് എന്നുള്ളതാണ് ഖേദകരം. അതുമാത്രമല്ല, ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. നിരന്തരമായി ഈ യുവതി ഇത്തരത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് ബിനുവിനോട് ആവശ്യപ്പെടുകയും ഇവർ തമ്മിൽ ഇത്തരം തർക്കങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തർക്കത്തിൻ്റെ ഒടുവിലാണ് ഇന്നലെയും ഇതുപോലെ ഇവർ താമസിക്കാൻ ഒന്നിച്ച സ്ഥലത്ത് മുറിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷമുണ്ടായ തർക്കമാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വിവാഹം കഴിക്കണം, വിവാഹ ആവശ്യം ഉന്നയിച്ച് യുവതി ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഒരു വലിയ തർക്കത്തിലേക്ക് പോവുകയും ആ തർക്കത്തിനൊടുവിലാണ് യുവതിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പോലീസ്. ഇനി മറ്റ് നടപടികളുണ്ട്. അതായത് മൃതദേഹം ഇതുവരെയും ലോഡ്ജിൽ നിന്ന് ഇറക്കിയിട്ട് അത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷമാണ് യുവതിയുടെ ബന്ധുക്കൾ കുണ്ടറയിൽ നിന്നും എത്തുക എന്നാണ്. അവർക്ക് മൃതദേഹം ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപേ ഇത്രയും പ്രൊസീജിയർ, അതായത് പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ മറ്റു പ്രൊസീജിയർ കൂടി തീർക്കേണ്ടതുണ്ട് പോലീസിന്. അഭിലാഷ്, എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. ഇതിലിപ്പോൾ ഈ മനസ്സിലാക്കുന്നിടത്തോളം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ട്, ഒരു വർഷത്തോളമായി പരിചയമുണ്ട് എന്നതാണ്. ഈ ലോഡ്ജ് മുറിയെടുത്തത് തന്നെ ഈ അഖിലയാണ്, കൊല്ലപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള വിവരം അടക്കമാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നു ഈ വിവാഹം നിരസിക്കാനുണ്ടാകുന്ന പശ്ചാത്തലം? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? കാരണം പരസ്പരം അറിയാവുന്നവരാണ്, പരിചയക്കാരാണ്, അവർ സ്നേഹത്തിലുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ബിനു ഇത്തരത്തിൽ നിഷേധിച്ചത്? എന്താണ് ബിനുവിൻ്റെ ഒരു പശ്ചാത്തലം എന്നതിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ ആജ്ഞ? അഭിലാഷ്, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. നേരത്തെയും ഇങ്ങനെ ഇവർ തമ്മിലുള്ള, അതായത് ഈ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിനു ഈ അഖില നിരന്തരം വിവാഹം കഴിക്കണമെന്നും ആവശ്യപ്പെടുകയും ബിനു അതിൽ നിന്നും മാറുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത മട്ടിലുള്ള രീതികളൊക്കെ ബിനുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മുൻപും ഇത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ബിനുവിൻ്റെ വീട്ടുകാരെയൊക്കെ അഖില
ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള വിവരം അറിയിച്ചത്. തങ്ങളുടെ വിവാഹം നടത്തി തരണം, അത് ബിനുവിനെ നേരത്തെ തന്നെ പ്രകോപിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതായത് പ്രത്യേകിച്ച് മദ്യലഹരിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അയാൾ പൂർണ്ണമായും ശരിക്കും മദ്യലഹരിയിൽ, അതായത് അമിതമായി മദ്യപിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാൽ പോലും മദ്യലഹരിയിൽ ഉണ്ടായിരുന്ന പെട്ടെന്നുണ്ടായ ഒരു ഇൻറ്റൻഷനിൽ കൊലപ്പെടുത്തിയതല്ല എന്ന് വേണം. അതായത് കൊലപ്പെടുത്താനുള്ളൊരു ഇൻറ്റൻഷൻ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ വ്യക്തതയില്ല. പക്ഷേ അഖിലയെ ഒഴിവാക്കണം എന്നൊരു ഇൻറ്റൻഷൻ നേരത്തെ മുതലേ ബിനുവിനുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതായത് അത്തരത്തിൽ ഈ പല തവണയായി ഈ വിവാഹ അഭ്യർത്ഥന നിരസിക്കുന്ന ഒരു സാഹചര്യം, വിവാഹം കഴിക്കണമെന്ന് അഖില വാശി പിടിക്കുമ്പോൾ അത് നിരസിക്കുന്ന ഒരു സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ പോലീസിനോട് പറയുന്നത്. ആ അവസ്ഥ തന്നെ, അതായത് ഇവർ ഒന്നിച്ച് ഇന്നലെ റൂം എടുത്തപ്പോഴും ഒന്നിച്ച് അവിടെ വെച്ചിട്ട് ഈ തർക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ബിനു മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നത് ന്യായീകരണമായിട്ട് കണക്കാക്കാനാകില്ല. കാരണം നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതായത് സ്വബോധത്തോടെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ ഞാൻ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അഖില ബിനുവിൻ്റെ വീടിന് പരിസരത്തെത്തിയൊക്കെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, അങ്ങനെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന മട്ടിലൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ബിനുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ ബന്ധം തുടർന്നത് എന്ന സ്വാഭാവികമായ സംശയം ഉണ്ടാകുന്നുമുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ആജ്ഞ? അങ്ങനെ വേണം അഭിലാഷ് മനസ്സിലാക്കാൻ. കാരണം ബിനുവിനെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഒക്കെ സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ തന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ചു, വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് ഇത്തരം കാര്യങ്ങൾ അഖില പറഞ്ഞു എന്നുള്ള ഒരു പക ബിനുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ നിന്നാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം കൊലപ്പെടുത്തിയ ശേഷം ബിനുവിൻ്റെ തന്നെ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ അവളെ കൊലപ്പെടുത്തിയത് വീഡിയോ കോൾ കാണിക്കുകയും ചെയ്തു. അതായത് കൊല ചെയ്തതിൽ ഇയാൾക്ക് കുറ്റബോധം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിനുശേഷം സുഹൃത്തുക്കളാണ് പോലീസുകാരെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെങ്കിലും അഖിലയെ വിവാഹം കഴിക്കണമെന്നൊരു ഉദ്ദേശം ബിനുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണ്. കാരണം നമുക്ക് നേരത്തെയും ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ, അതുപോലെ അഖില ഇത് തന്നെ കല്യാണം കഴിച്ചേ മതിയാവുമെന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ബിനുവിൻ്റെ വീട്ടുകാരെയും അതുപോലെ ബിനുവിൻ്റെ വീടിൻ്റെ പരിസരത്തുമൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നു. ഇതൊക്കെ ബിനുവിനെ പ്രകോപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്ന പോലെ തന്നെ മദ്യപിച്ചു എന്നുള്ളത് ബിനുവിനെ അത് കൊലപ്പെടുത്താനുള്ള അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം മദ്യപിച്ച ശേഷവും ഇപ്പോഴും അതിൽ പിന്നീട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അയാൾ കുറ്റബോധം ഒട്ടും കാണിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഈ അഖിലയെ കൊലപ്പെടുത്തിയത് കൊണ്ട് അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് മാനസിക ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്നോ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റവും ബിനുവിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നുണ്ടായിരുന്നു പക. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയത് ഇന്നലെ ആയിരിക്കാം. ഇവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉദ്ദേശം നേരത്തെ തന്നെ ബിനുവിന് ഉണ്ടായിരുന്നിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ബിനുവിനെ ചോദ്യം ചെയ്ത ശേഷം വേണം മനസ്സിലാക്കാൻ. അതേസമയം ഈ മറ്റു നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഈ അഖിലയുടെ വീട്ടുകാർ ഇവിടെ എത്തി മൃതദേഹം ഏറ്റുവാങ്ങണം. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. ആലുവയിലെ ലോഡ്ജിലാണ് യുവതി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. യുവതിയുടെ ആൺ സുഹൃത്ത്, അവർ തമ്മിൽ പ്രണയമായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. കൊല്ലപ്പെട്ട അഖിലയ്ക്ക് 38 വയസ്സാണുള്ളത്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ബിനുവിന് 35 വയസ്സ്. ഇവർ തമ്മിൽ 1 വർഷത്തിലേറെയായി പ്രണയത്തിൽ ആണ് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അഖില നേരത്തെ വാഴക്കുളത്തെ ഹോസ്റ്റലിൽ വാർഡനായി ജോലി ചെയ്തിരുന്നു. ഈ സമയത്ത് ബിനു മൊബൈൽ ടവർ മെയിൻ്റനൻസ് കമ്പനിയിലെ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത് എന്നാണ് വിവരം. ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിൽ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട് എന്നും ദിവസങ്ങളോളം അവിടെ താമസിക്കാറുണ്ടായിരുന്നു എന്നുമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുറിയെടുത്തതും ഈ മുറിയുടെ പണം അടച്ചതുമെല്ലാം അഖില തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലോഡ്ജിലെ ജീവനക്കാരൻ പോലീസിന്
നൽകിയിട്ടുള്ള വിവരം. രാത്രി 8:30യോടുകൂടിയാണ് ഇരുവരും ലോഡ്ജിൽ എത്തിയത്. പിന്നീട് ബിനു മദ്യപിച്ചുവെന്നും ഈ മദ്യപാനത്തിനിടയിലാണ് ഈ തർക്കത്തിലേക്ക് കടന്നത് എന്നുമാണ്. നേരത്തെയും അഖില ബിനുവിനോട് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായാണ് വിവരം. അപ്പോൾ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണോ എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ഇനിയും പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ആ മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു കൊല എന്ന മട്ടിലല്ല ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.